വേനൽ ചൂട് സർവകാല റെക്കോർഡുകൾ ഭേദിക്കുമ്പോൾ ജനജീവിതം വരെ ഏറെ ദുസ്സഹമാകുകയാണ്. കിഴക്കൻ മേഖലയിലെ നീരുറവകളും ജലാശയങ്ങളും പൂർണ്ണമായും വറ്റിവരണ്ടു കഴിഞ്ഞു. ശക്തമായ ജലക്ഷാമവും കിഴക്കൻ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ചൂട് സർവകാല റെക്കോർഡിലേക്കാണ് നീങ്ങുന്നത്. വേനൽ മഴ ചതിച്ചതോടെ വേനൽ ചൂട് മാർച്ച് ആദ്യവാരമായപ്പോഴേക്കും അതിൻ്റെ പാരമ്യതയിലെത്തി. വേനൽക്കാലത്ത് കനാലിനെ ആശ്രയിച്ച് കൃഷിയിറക്കുന്ന കർഷകർ പലരും ഇത്തവണ പ്രതിസന്ധിയിലാണ്. വരും ദിവസങ്ങളിൽ ചൂട് വർദ്ധിക്കാനാണ് സാധ്യത. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധം ചൂടിൻ്റെ കാഠിന്യം വർദ്ധിച്ചിരിക്കുന്നു. കാൽനട യാത്രികരും ഇരുചക്ര വാഹന യാത്രക്കാരുമാണ് ഏറെയും ബുദ്ധിമുട്ടുന്നത്. ചൂട് കാർഷിക മേഖലയെ മാത്രമല്ല മനുഷ്യൻ്റെ ആരോഗ്യത്തെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ദേഹാസ്വാസ്ഥ്യവും പകർച്ചവ്യാധികളും റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനം കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ഉച്ചസമയങ്ങളിലെ വെയിൽ ഏൽക്കരുതെന്നും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. വേനൽ ചൂട് ഇനിയും ശക്തി പ്രാപിക്കുമെന്നാണ് കരുതുന്നത്. ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിരവധി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളവും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരവും ഉറപ്പാക്കേണ്ടതുണ്ട്. രാവിലെ 10 മണിക്ക് മുൻപായി തന്നെ ക്ലാസുകൾ അവസാനിപ്പിക്കുന്ന രീതിയിൽ ക്രമീകരണം ഒരുക്കണം. ഉച്ചസമയങ്ങളിലോ ചൂടിൻ്റെ ആധിക്യം കൂടുതലുള്ള സമയങ്ങളിലോ യാതൊരു കാരണവശാലും ക്ലാസുകളോ കുട്ടികൾക്കായി ക്യാമ്പുകളോ നടത്തുവാൻ പാടില്ല. അംഗൻവാടി കുട്ടികൾക്ക് ചൂടേൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പിലാക്കാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗൻവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.